എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? പതിവ് തിരക്കുകളൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് എല്ലാവർക്കും രാശി അറിഞ്ഞോളണമെന്നില്ലല്ലോ, പക്ഷെ പേര് ഉറപ്പായിട്ടും അറിയായിരിക്കും. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ഇഷ്ടമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേഴ്സൻ്റെ രാശിയോ ഈവൻ ഡേറ്റ് ഓഫ് ബർത്ത് പോലും നമുക്ക് അറിയണ്ടാവില്ല. അത് കറക്റ്റാണ്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു ആൽഫബറ്റ്സ് വെച്ചിട്ട് ഒന്ന് നോക്കിക്കൂടെ എന്ന്. അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ആൽഫബറ്റ്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് A to F അങ്ങനെ ഓക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A to F ഒരു ഗ്രൂപ്പ്, G to L ഒരു ഗ്രൂപ്പ്, M to S ഒരു ഗ്രൂപ്പ്, ലാസ്റ്റിൽ T to Z. ഓക്കെ, ഓരോ ഗ്രൂപ്പിൻ്റെ പറയുമ്പോൾ ഞാൻ ഇത് പറയാം, ആൽഫബറ്റ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രാശിയൊക്കെ പതിവ് പോലെ പറയുകയും ചെയ്യാം. നോക്കാൻ പോകുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് നോ കോണ്ടാക്ട് നെക്സ്റ്റ് ആക്ഷൻ. ആ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ആൽഫബറ്റ്സ് ആയിരിക്കും. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഒരിക്കലും നെഗറ്റിവിറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക, പോസിറ്റിവിറ്റിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെ വേണമെങ്കിൽ വരാം. നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. ഒരു ഷുഗർ കോട്ടഡ് റീഡിങ് നമുക്ക് സാധിക്കില്ല. സ്റ്റാർട്ട് ചെയ്യാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആൽഫബറ്റ്സ് ABCDEF, ആദ്യ അക്ഷരം ഈ അക്ഷരങ്ങളാണ്. അവരുടെ സൈഡിൽ നിന്ന് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണിപ്പോൾ. അവരുടെ സൈഡിൽ നിന്നും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. ഫസ്റ്റ് ആൽഫബറ്റ്സ് ABCDEF. അവരുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് എന്ന് ദയവായി കാണിച്ചു തരും. സ്ട്രെങ്ത് കാർഡ് വീണായിരുന്നു തനിയെ. ദ സൺ, എംപ്രസ്, ടെമ്പറൻസ്, ഒരു കാർഡ് ഇവിടെ ദ വേൾഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 9 of Wands. 5 കാർഡും ബോട്ടം ഓഫ് ദി ഡെക്കും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, സ്ട്രെങ്ത് വെച്ചിട്ട് ലിയോ രാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നവരുടെ രാശിയാണ് ഞാൻ പറയുന്നത്. ലിയോ രാശി, ചിങ്ങ രാശി. സണ്ണ് വെച്ചിട്ട് വീണ്ടും ചിങ്ങരാശി. അപ്പോൾ ചിങ്ങരാശിയാണ് ഏറ്റവും പ്രബലമായിട്ട് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. വെച്ചിട്ട് ടോറസ്, ഋഷഭ രാശി, ഇടവം രാശി. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശി. വേൾഡ് വെച്ചിട്ട്, വേൾഡിന് പ്രത്യേകിച്ചൊരു സോഡിയാക്ക് നമ്മളങ്ങനെ എടുക്കാറില്ല. മോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു. ഇപ്പോൾ ധനുക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, കാരണം ഇന്ന് വന്നിരിക്കുന്നതെല്ലാം തന്നെ ഈ വോൺസിൻ്റെ കാർഡ് ഒഴിച്ച് എല്ലാം മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ പറയുന്നത് മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലാണിപ്പോൾ. കൂടുതലും എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നും കുറച്ച് ദൂരെ ആയിരിക്കും ഇവർ താമസിക്കുന്നത്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വാട്ടർ ബോഡീസ്, അതായത് വെള്ളം കൂടുതലായിട്ടുണ്ടായിരിക്കും. കായൽ, കടൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. അവർ വന്നു പോയി ഇരിക്കുകയാണ്. നിങ്ങളുമായിട്ട് റെഗുലർ കോണ്ടാക്റ്റ് ഇല്ല. വരുമ്പോൾ കാണും, സംസാരിക്കും. അത് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. വന്നു പോയാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് ആണെന്ന് കാണുന്നില്ല.
കാണുന്നത് ഓൺ ആൻഡ് ഓഫ് ആണ്. ഇടയ്ക്ക് വരും പോവും, അങ്ങനെ വരുമ്പോൾ സംസാരിക്കും, അങ്ങനെയാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് ഉറപ്പായിട്ടും. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളൊരു എംപ്രസിൻ്റെ എനർജിയിലാണെന്ന് അവർ വിചാരിക്കുന്നു. അത് സ്ത്രീ ആയാലും പുരുഷനായാലും എടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ക്യാരക്ടർ പ്രതി, നിങ്ങളുടെ അപ്പിയറൻസിനെ പ്രതി ഇവർ ഹൈലി റെസ്പെക്റ്റോടൊപ്പം സ്നേഹവും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന കെയർ, നിങ്ങൾ കൊടുക്കുന്ന നർച്ചറിങ് ഒന്നും ഇവർ വേറെ ആരുടെ അടുത്തൊന്നും അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതേപോലെ നിങ്ങൾ അവരെ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും കെയർ ചെയ്യുന്ന രീതിയൊക്കെ ഇവർക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ റെസ്പെക്റ്റ് ആണ് പിന്നീട് സ്നേഹമായി മാറിയത്. നിങ്ങൾ ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആയാലും എല്ലാം ഇവർക്ക് വളരെ അപ്രിസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. വിചാരിക്കുന്നത് ഇവരുടെ മനസ്സിൽ നിങ്ങൾ വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ആളാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഉണ്ടായത്. നിങ്ങളൊരു സൂര്യനായ പോലെയാണ് അവരുടെ ലൈഫിൽ വന്നതെന്ന് അവർ വിചാരിക്കുന്നു. സ്റ്റാമറിങ് വരുന്ന സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വേറെ ഇവിടെ അവരുടെ എനർജിയിൽ ഇഷ്യൂ ഒന്നുമില്ല. ക്ലിയർ ആയിട്ട് തന്നെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. എനർജി വളരെ ക്ലിയർ ആണ്. എന്നാൽ അവർ വളരെ പോസിറ്റീവായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. കാരണം എന്തോ ഉണ്ട് അവിടെ, എന്തോ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി മാത്രം മുന്നോട്ട് പോകാനേ ഇവർക്ക് സാധിക്കുള്ളൂ എന്ന് ഇവർ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്, അല്ലാന്നൊന്നുമില്ല. പക്ഷെ അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളൊരു ബ്ലോക്കേജാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടം നിങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം, പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം. വൈസ് സ്ട്രെങ്ത് കാർഡ് ഹിയർ. പ്ലീസ് ക്ലാരിഫൈ. വൈസ് സ്ട്രെങ്ത് കാർഡ് ഹിയർ. ജസ്റ്റിസ് ആൻഡ് വിഷ് ഫുൾഫിൽമെൻറ്റ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർ നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായും ജസ്റ്റിസ് തരണമെന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഇത്തിരി സമയമെടുത്തിട്ട് മാത്രമേ അവർ വരികയുള്ളൂ എന്നാണ്. അവർക്ക് എന്തോ അവിടെ ചെയ്ത് തീർക്കാനുണ്ട് അവരുടെ ലൈഫിൽ. അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ സാധ്യതയുള്ളൂ. വൈസ് ജസ്റ്റിസ് കാർഡ് ഹിയർ. ആർ ദേ ഗോയിങ് ത്രൂ എനി ലീഗൽ ഇഷ്യൂസ്? അങ്ങനെയൊന്നും കാണുന്നില്ല. ലീഗൽ ഇഷ്യൂസ് ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ക്വീൻ ഓഫ് സ്പോർട്സിൻ്റെ കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് അവർ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ക്വീൻ ഓഫ് സ്പോർട്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. പ്രോബബ്ലി ഇവർക്കൊരു സ്പൗസ് ഉണ്ടായിരിക്കാം. അവരുമായിട്ടൊരു കോർട്ട് കേസൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ. അതായത് ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അങ്ങനെ ക്ലിയർ അതിലൊരു വിക്ടറി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ വിചാരിക്കുന്നു. ഒരു ബാലൻസിൽ എത്തണം. നല്ലൊരു ജീവിതം നിങ്ങളുമായിട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഓക്കെ, വെയിറ്റിംഗ് പീരീഡിൻ്റെ കാരണം ഈ കോർട്ട് കേസാണ്. ഓക്കെ, കോർട്ട് കേസ് ആയിരിക്കാം എന്നേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഒരു ക്വീൻ ഓഫ് സ്പോർട്സിൻ്റെ പ്രസൻസ് അവിടെ കാണുന്നു. പക്ഷേ എൻഡ് റിസൾട്ട് വിക്ടറി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ ഗ്രൂപ്പുകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഞാൻ പറയാം. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ കണക്ഷൻ ഉള്ള നമ്പർ ആയിരിക്കും. 9, 8, 6, 11, 14, 3, 19, അതേപോലെ 21. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് G മുതൽ L വരെയുള്ള ആൽഫബറ്റ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ഈ ആൽഫബറ്റ്സ് ആയിരിക്കും. അതായത് G, H, I, J, K, L ഇത്രയും ആൽഫബറ്റ്സ് ഉള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നോക്കാം.
ബൈ. പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം GHIJKL വെച്ചാണ് തുടങ്ങുന്നത്. അവരുടെ സൈഡിൽ നിന്നും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? അവരിപ്പോൾ കോണ്ടാക്റ്റിലാണ് ഒന്ന് പറഞ്ഞു തരൂ. GHIJKL അവരുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരും. Two of Wands, Three of Swords, Lovers, Knight of Swords, ഒരു കാർഡോടെ, Two of Pentacles and Ten of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ് കേട്ടോ. Ten of Swords. സോറി, ക്ഷമിക്കുക. അപ്പം ഇവിടെ നമുക്ക് മേജർ അർക്കാന കാർഡായിട്ട് വന്നിരിക്കുന്ന ലവേഴ്സ് ആണ് കേട്ടോ. ലവേഴ്സ് വന്നിട്ട് ജെമിനി മിഥുന രാശിയാണ്. അതേപോലെ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതേപോലെ വേറെ ഏതാ? ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഋഷഭം പറഞ്ഞ ഇടവരാശി. ഇത്രയുമാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഏറ്റവും കൂടുതൽ മിഥുന രാശിക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതിന് ശേഷം രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതിലും മിഥുനം ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മിഥുന രാശിക്കാരാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്, ഒരുപാട് സ്നേഹമാണ്, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ മനസ്സിൽ വിചാരമുണ്ട്. നിങ്ങളുടെ അത്രയും കണക്ടിവിറ്റി ഇവർക്ക് വേറെ ആരുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുമില്ല. പക്ഷേ ടോട്ടൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് കേട്ടോ. ആകെ കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവർക്ക് യാത്ര ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ കൺഫ്യൂഷനിലാണ്, ഒരു തീരുമാനവും പോലും എടുക്കാൻ പറ്റാത്ത അത്രയും കാണും. 2 കാർഡ്സാണ് ഇവിടെ കൺഫ്യൂഷൻ്റെ വന്നിരിക്കുന്നത്. അതേപോലെ ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. അത് വെച്ച് ഇവർ ഹൈ പെയിൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദന, ഇവരും നിങ്ങളെ പോലെ തന്നെ ഇവരും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നെല്ലാം വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർക്ക് അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, കാരണം അവർക്ക് അവിടെ വിട്ടിട്ട് വരാൻ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. അതായത് അവർ വരാമെന്ന് തീരുമാനിച്ചിട്ടില്ല. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. ഗിവ് us more cards in this regard. I need more clarification. Please give us more cards. ടവർ സിറ്റുവേഷൻ ആണ് കേട്ടോ. കാരണം ടോട്ടലായിട്ട് ടവർ സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5 of swords വെച്ചിട്ട് അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ പ്രപ്പോസൽ സ്വീകരിച്ചത് തന്നെ അവർക്കൊരു വിജയം പോലെയാണ്. പക്ഷെ ആ വിജയിച്ച് അവിടെയും അവർ തോറ്റ് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ 5 of wands കൺഫ്യൂഷനാണ്. എനിക്ക് തോന്നുന്നു അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ഫുൾ ടൈം വഴക്കാണ്. ഓക്കെ, വീട്ടിൽ അവർ വഴക്കിൻ്റെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരാനും ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു സോഷ്യൽ സ്റ്റാറ്റസ് അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇറങ്ങി വരാൻ പറ്റാത്ത. വൈ ദേ ആർ നോട്ട് വാക്കിംഗ് അവേ ഫ്രം ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇഫ് ദേ ആർ നോട്ട് ഹാപ്പി ദെയർ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പി അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നില്ല? പറഞ്ഞു തരൂ പ്ലീസ്. ഇതിൽ പുതിയതായിട്ട് വേറെ രാശികളൊന്നും വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വേറെ പറയാത്തത്. ആള് സങ്കടത്തിലൊക്കെയാണ്. അവർക്ക് ക്വീൻ ഓഫ് സ്വാർഡ്സ്, അവർക്ക് അവരുടെ സ്പൗസിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആ ഒരു ഫീമെയിൽ
അവരെ പേടിയാണ്, അവരെ എതിർത്ത് പുറത്തേക്ക് വരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത് അമ്മയാവാം, വൈഫാവാം കേട്ടോ. അമ്മയോ വൈഫോ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട്, രണ്ടും തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്ത് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇവരെ എതിർത്ത് അവർക്ക് വരാൻ ഭയമാണ്. ഓക്കെ, കപ്സിൻ്റെ എനർജിയും കൂടെ വന്നിട്ടുണ്ട്. കപ്സ് വളരെ കുറവാണ് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇതിൽ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം എന്ന് വളരെ പ്രബലമായിട്ട് തന്നെ ഈ ഒരു ഇതിൽ ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതായത് ജി മുതൽ റിലേറ്റ് ചെയ്യുന്ന പറയാം. 2, 3, 6, 5, 10. 5 ഒരുപാട് കേട്ടോ. നമ്പർ 5 ഉള്ള ആൾക്കാർ ഒരുപാടായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് സെറ്റുകാർക്ക്. പിന്നെ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. അടുത്ത ഗ്രൂപ്പുകാർ എം മുതൽ എസ് വരെയുള്ള, ഓക്കെ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്. ഇത്രയും ആൽഫബറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ ആൽഫബറ്റ് എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്. ഈ ആൽഫബറ്റ്സിൽ തുടങ്ങുന്ന ആൾക്കാരാണ്, പേര് തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി എന്താണ് എന്നൊന്ന് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊന്ന് പറഞ്ഞിട്ട്. 4 ഓഫ് കപ്സ് ആദ്യമേ വീണിരുന്നു കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ, 4 ഓഫ് wands, നൈറ്റ് ഓഫ് swords, ഇടയ്ക്ക് എന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ആൻഡ് 8 ഓഫ് swords, 3 ഓഫ് കപ്സ്. ഇവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് എത്രയും വേഗം എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ് അവിടെ കാണുന്നത്. 8 ഓഫ് സ്വോർഡ്സ് വെച്ചിട്ട് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ ഒന്ന് ഫ്രണ്ട് സോൺ ചെയ്ത് വെച്ചാണ് ഇവർ. അതായത് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അത് മതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഇവർ പറഞ്ഞു കാണണം. ഇത് എന്താണ് സോഡിയാക്സ് വന്നിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഇടവം കേട്ടോ. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പോർട്സും ഉണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇതിൽ നമുക്ക് ഇതാണ് കൂടുതൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാരാണ് ഇതിൽ കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. Clarify. Give me some more cards. I need more clarification in this. Are they coming towards my viewers? Are they coming towards my viewers? King of Cups. സ്നേഹം ഒക്കെ ഉണ്ട്, പക്ഷേ വെയിറ്റിംഗ് പീരീഡിലാണ്. കാരണം അവർക്ക് അവരുടെ വർക്ക് അല്ലെങ്കിൽ പെൻഡക്കിൾസിൽ, ഫൈനാൻസസിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തേ പറ്റൂ. ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ വീണ്ടും പറയാണ്, ഇവർ വളരെ അധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പാഷനേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട്, ഒരു മാരേജ് പ്രപ്പോസലോ അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസലോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിലാണ്. സെൽഫ് റെസ്ട്രിക്ഷൻ, അവരെ തന്നെ അവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സെൽഫ് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതാണ് കേട്ടോ. തനിയെ കെട്ടിയിട്ടിരിക്കുക, ഇവർക്ക് കഴിച്ച് പോരാവുന്നതേ ഉള്ളൂ, പക്ഷെ ഇവർ അതിന് മുതിരുന്നില്ല. സ്നേഹം ഒരുപാടുണ്ട്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് സ്നേഹം ഒരുപാടുണ്ട്, പക്ഷെ കിങ് ഓഫ് കപ്സിൻ്റെ പ്രശ്നം എന്താണ്? ആക്ഷൻ എടുക്കില്ല. മനസ്സിൽ സ്നേഹം വെച്ചിട്ട് മിണ്ടാതിരിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ വെയിറ്റിംഗ് പീരീഡിലാണ് അവർ. വെയിറ്റിംഗ് പീരീഡിന് കാരണം എന്താണ്? അവർക്ക് പൈസയാണ് അവിടെ പ്രശ്നം
കേട്ടോ. അവർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പൈസ സമ്പാദിക്കുന്നതിൽ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഉടനെ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഡിലേ ഉണ്ടാവും, വരില്ല എന്നല്ല. ഇവരുടെ ഈ പ്രശ്നം, അതായത് റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ. പൈസ സേവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് വരണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഫോർ ദ ടൈം ഇപ്പോഴത്തേക്ക് അവർ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഇരുന്നാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പിലെ റിലേറ്റഡ് നമ്പേഴ്സും കൂടെ കേട്ടോളൂ. 7, 8, 4 ആൻഡ് 4. 8ഉം 4ഉം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഈ നമ്പേഴ്സിന് കാണും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ലാസ്റ്റ് ഗ്രൂപ്പുകാർ T മുതൽ Z വരെ, അതായത് T, U, V, W, X, Y, Z. ഓക്കെ, ഇത്രയും ആൽഫബറ്റ്സിൻ്റെ റീഡിംഗ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ആ പേരിൻ്റെ ആദ്യ അക്ഷരം ഈ ആൽഫബറ്റ്സ് ആയിരിക്കും. പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം T, U, V, W, X, Y, Z. ഈ ആൽഫബറ്റ്സ് ആണ് അവരുടെ എൻ്റെ വ്യൂവേഴ്സിന് പ്രതി. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ ഗ്രൂപ്പിലെ ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ കാർഡ്സ് എടുക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഗുഡ്. 8 ഓഫ് വാൻസ്, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇവരുടെ സൈഡിൽ നിന്ന് കേട്ടോ. 2 കാർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻസ്, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഹെയറോഫന്റ്, ഡെവിൾ ആൻഡ് സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദി ഡെക്കാണ് സ്ട്രെങ്ത് കേട്ടോ. അപ്പോൾ ഇവരുടെ രാശി വെച്ചിട്ട് ഹെയറോഫന്റ് വെച്ചിട്ട് ടോറസ് രാശിയാണ്. ഈ ഋഷഭം പറയുമ്പോൾ ഇടവമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ശീലമായിട്ട് അങ്ങനെ തന്നെ വരുന്നു. ഡെവിൾ കാപ്രിക്കോൺ, ഡെവിൾ കാപ്രിക്കോൺ മകരരാശി. അതിന് ശേഷം ഉള്ളത് സ്ട്രെങ്ത് ലിയോ ചിങ്ങ രാശി. ഇത് 3ആണ് മേജർ അർക്കാന. അപ്പോൾ ഇവർ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെൻറ്റക്കിൾസ് വെച്ച് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും ആൾക്കാരാണ് ഇന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ഈ ആൽഫബറ്റ്സ് വെച്ചിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ്, DP അപ്ഡേറ്റ്സ്, അതേപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോക്കിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഓൺലൈൻ സ്റ്റോക്കിംഗ് തന്നെയാണ്. പക്ഷേ ബാഡ് സ്റ്റോക്കിംഗ് അല്ല. നിങ്ങൾക്ക് സുഖമാണല്ലോ എന്നൊക്കെ അറിയാനുള്ള നിങ്ങളുടെ ഒരു അപ്ഡേറ്റ് എടുക്കുന്നതാണ്. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം. കാരണം 8 ഓഫ് വാൻസ് വന്ന് സ്പീഡി കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ എത്രയും വേഗം 8 ഓഫ് വാൻസ് വന്നിട്ട് സ്പീഡി കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ഒക്കെ അയക്കണം. അതേപോലെ പേജ് എന്ന് പറയുന്നത് തന്നെ മെസ്സേജാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. നിങ്ങളൊരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം, ഒരേ സ്ഥലത്തായിരിക്കില്ല ജീവിക്കുന്നത്. പുറത്തേക്ക് ഒന്നുകിൽ ഇപ്പോൾ അവർക്കൊരു ഓവർസീസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നിൽക്കുകയാണ്, പോണ്ട പ്ലാനിങ്ങിലാണ്. ഓക്കെ, അതിനെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവുക. അതേപോലെ ഹെയറോഫന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ റിലീജിയസ് ബിലീഫ്സ്, അതായത് അവരുടെ വിശ്വാസങ്ങളൊക്കെ വളരെ കടുംപിടുത്തമായിട്ട് പിടിക്കുന്ന ഒരാളാണ്. മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു പൂജാരിയോ ഒരു ഹീലറോ ഒരു ടീച്ചറായിരിക്കാം. ഓക്കെ, വേറെന്താണ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പേഴ്സണാണ് ഹെയറോഫന്റ് എന്ന് പറയുന്നത്.
അതും അവർക്ക് അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് അവർ ഹൈലി ഒബ്സസ്ഡ് ആണ് കേട്ടോ. നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണ്. ഇവർ ഹെയറോഫൻറ്റിൻ്റെ എനർജിയിലായതുകൊണ്ട് ഇവരുടെ അടുത്ത് 4 പേര് ഉപദേശങ്ങളൊക്കെ ചോദിച്ച് വരുന്നുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന നമ്മൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയി പെട്ടാൽ അത് മോശമല്ലേ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ട്. പക്ഷേ നിങ്ങളെപ്പറ്റി ഒബ്സസ്ഡുമാണ്. നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. തിരിച്ചും ഹൈലി ഇതായിട്ട് നിങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കാരണം, ഒരു തേർഡ് പാർട്ടി അവിടെ ഉള്ളത് കാരണം, അതുമല്ല സോഷ്യൽ സ്റ്റാറ്റസ് ആണ് അവിടെ ഏറ്റവും പ്രബലം. റിലീജിയസ് ഫാക്ടേഴ്സ്, സോഷ്യൽ സ്റ്റാറ്റസ്. അതുകൊണ്ട് ഈ കാര്യം കുറച്ച് ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടനെ ഒരു ആക്ഷൻ അവരുടെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യത കാണുന്നില്ല. പ്ലീസ് ഗിവ് മീ മോർ കാർഡ്സ് ഇൻ ദിസ് റിഗാർഡ്. വാട്ട് ഈസ് ദ ആക്ച്വൽ സിറ്റുവേഷൻ ദർ? പ്ലീസ് ടെൽ മീ. ജസ്റ്റിസ്. ഓക്കെ. 3 of Cups. എനിക്ക് ഒരു കാർഡ് കൂടെ വേണം. നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ. ഇവിടെയും ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് എല്ലാം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനിലെത്തണം, നിങ്ങളൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർക്ക് വളരെ ആഗ്രഹമുണ്ട്. അതായത് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ട് സംസാരിക്കാറുണ്ടായിരിക്കും. ഓക്കെ. ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് ഇവരുടെ മനസ്സിലുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇവരൊരു കോർട്ട് കേസിലോ എന്തെങ്കിലും, ഒരു ഡിവോഴ്സ് കേസ് ആയിരിക്കണം, മാരീഡ് പേഴ്സൺ ആയതുകൊണ്ട് ഒരു സെപ്പറേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ. അതുകൊണ്ട് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ തന്നെയാണ്. സോറി, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാമല്ലോ എന്ന് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാതെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. ഒന്നുകിൽ ഇവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്ന് അറിയിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് നിങ്ങൾ തമ്മിൽ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു സോറിയൊക്കെ പറയുന്നതായിട്ടും വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഇന്നൊരു പോസിറ്റീവ് ഇതാണ് ഇപ്പോൾ കണ്ടത്. ചിലരെങ്കിലും അറ്റ് പ്രസൻറ്റ് സ്റ്റക്കാണ്. എല്ലാം ക്ലിയർ ആയി എന്നൊന്നും ഞാൻ പറയില്ല. അറ്റ് പ്രസൻറ്റ് സ്റ്റക്ക് തന്നെയാണ്. ഇവർ ആക്ഷൻ എടുക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ആക്ഷൻ എന്ന് നാളെ തന്നെ വിളിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവർ ഈ ആക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കും, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് മെസ്സേജ് വരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മെസ്സേജ് വരും, നിങ്ങൾക്ക് ഒരാക്ഷൻ എടുത്തു എന്ന് നിങ്ങളെ അറിയിക്കുന്ന മെസ്സേജ് ഉറപ്പായിട്ടും വരും ഇവർ ഇത് എടുത്തതിന് ശേഷം. പ്ലീസ് ഡിവൈൻ ടെൽ മീ, ഏകദേശം എപ്പോഴായിരിക്കും ഇവർ, എത്ര നാൾ ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്? ന്യൂ ബിഗിനിങ് കാണുന്നത് 1 ഇയറിന് ശേഷമാണ് കേട്ടോ. നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് കാണുന്നത് 1 ഇയറിന് ശേഷം. അപ്പോൾ ഉടനെ നാളെ ഒരു മെസ്സേജ് വരും എന്നൊന്നും ഞാൻ പറയില്ല. ഇവർ ഈ കേസ് എപ്പോഴാണ് ഫയൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയും. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് കാണുന്നത് 1 ഇയറിന് ശേഷം, 1 വർഷത്തിന് ശേഷം. നമ്പേഴ്സ്, റിലേറ്റഡ് നമ്പേഴ്സ് 8, 3, 5, 15, 8, വീണ്ടും 11, 13, 3. ഇത്രയും നമ്പേഴ്സാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഇമ്പോർട്ടൻസ് ഉള്ളൊരു നമ്പറാണ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. വെറൈറ്റി ആയിരുന്നു അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവരെ ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ ആരൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ.
ബ്ലോക്കാണ് എന്ന് പറയുന്നവിടെ ബ്ലോക്കാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം പക്ഷെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. ഒരു ചക്രം മേലോട്ട് പോയാൽ താഴേക്കും വരും അല്ലേ? മേലോ മാത്രം നിൽക്കില്ല, താഴെ മാത്രം നിൽക്കില്ല, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ സമയവും കടന്നു പോകും എന്ന് തന്നെ നമ്മൾ വിചാരിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ടിരിക്കുക. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായി തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കുക.